താലിബാന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളെ ശക്തമായി തന്നെ കൈകാര്യം ചെയ്യുമെന്ന് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്ത്. താലിബാൻ അഫ്ഗാനെ കീഴടക്കുമെന്ന് ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സമയം മാത്രമാണ് അല്പം നേരത്തെ ആയിപ്പോയതെന്ന് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്ത് ചൂണ്ടിക്കാട്ടി. താലിബാന്റെ നിയന്ത്രണത്തിലുള്ള അഫ്ഗാനിൽ നിന്നും പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ള ഏത് തീവ്രവാദ പ്രവർത്തനവും ശക്തമായി തന്നെ കൈകാര്യം ചെയ്യുമെന്ന് പ്രതിരോധ മേധാവി ബിപിൻ റാവത്ത് ബുധനാഴ്ച വ്യക്തമാക്കി. തീവ്രവാദത്തിനെതിരായ ആഗോള യുദ്ധത്തിൽ ക്വാഡ് രാജ്യങ്ങൾ തങ്ങളുടെ സഹകരണം ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. I think if we have a grouping of nations in this manner and we have strategic partnerships in this manner, we can come to rescue people who get affected by this. So I think the Indo-Pacific and the Afghan situation should not be looked at from the same prism. They are two different issues. Yes, it is a challenge to security in this region. Both pose challenges to security in the region, but they are on two different planes, and those two parallel lines are unlikely to meet. That side, we have to ensure that we are prepared to fight all actions by the terrorist activities. Our nation is committed to ensure that we have a terrorist-free environment in this region. So as far as Afghanistan is concerned, we will make sure that any activity which is likely to flow out of Afghanistan and then find its way into India will be dealt with in the manner in which we are dealing with terrorism in our country. And I think if any other support can be forthcoming from the Quad nations in at least identifying the terrorists and getting some intelligence input to fight this global war on terrorism, I think that would be welcome. അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചടക്കുമെന്ന് ഇന്ത്യ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഏറ്റവും പുതിയ സംഭവവികാസങ്ങളുടെ വേഗത ഇന്ത്യയെ അതിശയിപ്പിച്ചെന്നും ജനറൽ റാവത്ത് പറഞ്ഞു. കഴിഞ്ഞ 20 വർഷമായി താലിബാന് ഒരു മാറ്റവും വന്നിട്ടില്ല. അമേരിക്ക തുരത്തിയൊടിച്ച അതേ താലിബാൻ തന്നെയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കിയിരിക്കുന്നത്. ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ഒരു സെഷനിൽ US ഇൻഡോ പസഫിക് കമാൻഡ് കമാൻഡർ അഡ്മിറൽ ജോൺ അക്കിലിനോടൊപ്പം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഫ്ഗാനിൽ നിന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യയെ ബാധിക്കുന്നതിനെക്കുറിച്ച് ന്യൂഡൽഹി ആശങ്കാകുലരാണെന്നും അത്തരമൊരു വെല്ലുവിളിയെ നേരിടാൻ വ്യക്തമായ പദ്ധതികൾ തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും ജനറൽ ബിപിൻ റാവത്ത് അറിയിച്ചു. അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചടക്കുമെന്ന് ന്യൂഡൽഹിക്ക് വളരെ വ്യക്തതയുണ്ടായിരുന്നെങ്കിലും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ എങ്ങനെ ഇന്ത്യയിലേക്ക് പടരും എന്നതിനെക്കുറിച്ചായിരുന്നു ആശങ്കയെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പരിധിവരെ പെട്ടെന്നുള്ള തങ്ങളുടെ ആസൂത്രണം തുടരുകയും ഇത്തരമൊരു പിടിച്ചെടുക്കൽ സംഭവവികാസങ്ങളുടെ പ്രത്യാഘാതങ്ങൾ നേരിടാനായി ഇന്ത്യ തയ്യാറെടുക്കുകയും ചെയ്തു. പക്ഷേ താലിബാന്റെ തിടുക്കത്തിലുള്ള അഫ്ഗാൻ പിടിച്ചെടുക്കൽ ഇന്ത്യയെ അത്ഭുതപ്പെടുത്തിയായിരുന്നു. കഴിഞ്ഞ 20 വർഷമായി താലിബാൻ മാറിയിട്ടില്ല. അതിന്റെ പങ്കാളികൾ മാത്രമാണ് മാറിയതെന്നും ജനറൽ റാവത്ത് പറഞ്ഞു. 20 വർഷം മുമ്പ് അവിടെ ഉണ്ടായിരുന്ന അതേ താലിബാനാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ സംഭവിച്ചത് പങ്കാളികൾ മാറി എന്നത് മാത്രം. വ്യത്യസ്ത പങ്കാളികളുള്ള ഒരേ താലിബാനാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഭരണത്തിലിരിക്കുന്നതെന്നും ജനറൽ റാവത്ത് പറഞ്ഞു. താലിബാൻ നിയന്ത്രണത്തിലുള്ള അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ലഷ്കർ ഇ തൊയ്ബ, ജയ്ഷെ മുഹമ്മദ് എന്നിവരുൾപ്പെടെയുള്ള വിവിധ ഭീകര സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഉയരുമെന്ന ആശങ്ക പടരുന്ന പശ്ചാത്തലത്തിലാണ് ഈ പരാമർശം. As far as we are concerned, we are concerned about what is happening anywhere in the region because it's not just a northern neighbor, even a western neighbor has these nuclear weapon systems. So we are surrounded by two neighbors which are armed with these strategic weapons. And therefore we are evolving our strategies accordingly. And let me tell you that it is with this, studying this intent of our neighbors that we've gone in for a triad, and now we have a triad. So we are also evolving and developing our capabilities accordingly. And so we are evolving, and I think we are studying this very carefully. Should not be major concern because, as I said, these are weapons of deterrence. These will only come into being if your conventional deterrence fails. So I think conventionally we are very strong. So we are quite capable of dealing with the adversaries with our conventional forces. So I mean, they would go into the strategic domain only if they find that their conventional deterrence against us is failing. So that I think is a next level which does concern us, but as of now we are quite confident of dealing with both the adversaries in the conventional domain. ഇന്ത്യ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെയാണ് അഡ്മിറൽ അക്കിലിനോ തന്റെ പരാമർശങ്ങളിൽ വ്യക്തമാക്കിയത്. യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ പരമാധികാരം, ദക്ഷിണ ചൈന കടൽ മേഖലയിലെ അടിസ്ഥാന സുരക്ഷാ ആശങ്കകൾ എന്നിവ അദ്ദേഹം പങ്കുവച്ചു. ചൈനയുടെ അതിർത്തിയിലെ ആക്രമണോത്സുക പെരുമാറ്റവും അദ്ദേഹം എടുത്തുകാട്ടി. മേഖലയിൽ ഭീകരവിമുക്തമായ അന്തരീക്ഷം ഉറപ്പാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് വ്യക്തമാക്കി. അഫ്ഗാനിൽ നിന്നും പടരാൻ സാധ്യതയുള്ള ഏതൊരു തീവ്രവാദ പ്രവർത്തനവും ഇന്ത്യ തടയുമെന്ന് ഉറപ്പുവരുത്തും. രാജ്യത്ത് തീവ്രവാദത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും, ജനറൽ റാവത്ത് പറഞ്ഞു. ഭീകരവാദികളെ തിരിച്ചറിയുന്നതിലും തീവ്രവാദത്തിനെതിരായ ആഗോള യുദ്ധത്തിൽ പോരാടുന്നതിനും ചില ഇന്റലിജൻസ് മുന്നേറ്റങ്ങൾ നാം നേടേണ്ടതുണ്ട്. ഇതിന് ക്വാഡ് രാജ്യങ്ങളിൽ നിന്നും പരമാവധി പിന്തുണ വേണമെന്നും ജനറൽ ബിപിൻ റാവത്ത് ആവശ്യപ്പെട്ടു. ഡിഫൻസ് ഡെസ്ക്, കേരള കൗമുദി.